സൂര്യവംശം എന്നും അറിയപ്പെടുന്ന ഇക്ഷ്വാകു വംശത്തിലാണ് മുചുകുന്ദൻ രാജാവ് ജനിച്ചത്. ഈ രാജവംശത്തിലെ അറിയപ്പെടുന്ന രാജാക്കന്മാരിൽ ചിലർ രാജാ ഹരിശ്ചന്ദ്രനും ശ്രീരാമനുമാണ്. ഒരിക്കൽ ദേവന്മാർ അസുരന്മാരുമായി കഠിനമായി പോരാടുകയും എല്ലാ യുദ്ധങ്ങളിലും പരാജയപ്പെടുകയും ചെയ്തു. ശിവന്റെ മകനായ കാർത്തികേയൻ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നതുവരെ അവരെ രക്ഷിക്കാൻ ദേവന്മാർ മുചുകുന്ദനെ സമീപിച്ചു. മുചുകുന്ദൻ വർഷങ്ങളോളം വിശ്രമമില്ലാതെ അസുരന്മാരോട് പോരാടി. പിന്നീട് ഇന്ദ്രൻ അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹം ചെയ്ത സേവനങ്ങൾക്ക് ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. മുചുകുന്ദൻ വളരെ ക്ഷീണിതനായിരുന്നു. അദ്ദേഹം ഉറക്കത്തിൻ്റെ വരമാണ് ചോദിച്ചത്. ആരെങ്കിലും തന്നെ ഉണർത്തിയാൽ അവൻ ചാരമായി മാറണം. ഇന്ദ്രനിൽ നിന്ന് വരം ലഭിച്ച മുചുകുന്ദൻ ഭൂമിയിലേക്കിറങ്ങി ഒരു ഗുഹ കണ്ടെത്തി ഉറങ്ങാൻ പോയി. മഹാഭാരതത്തിൽ യുഗങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണന്റെ കാലത്ത് ദേവന്മാർ നൽകിയൊരു വരം കാരണം യുദ്ധങ്ങളിൽ തോൽവി അറിയാത്ത കാലയവനൻ എന്നൊരു യോദ്ധാവ് ഉണ്ടായിരുന്നു. മധുരയ്ക്കെതിരെ യുദ്ധം ചെയ്യുകയും കൃഷ്ണനെ ഒരു യുദ്ധത്തിൽ നേരിടാൻ തീരുമാനിക്കുകയും ചെയ്ത കാലയവനൻ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ കൃഷ്ണൻ യുദ്ധക്കളത്തിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത് കണ്ടു. കാലയവനൻ കൃഷ്ണനെ പിന്തുടർന്നു. കൃഷ്ണൻ ഒരു ഗുഹയിലേക്ക് പ്രവേശിക്കുന്നത് അയാൾ കണ്ടു. ഉറങ്ങുന്ന മുചുകുന്ദനെ കൃഷ്ണൻ കണ്ടെത്തി. അവന്റെ മേൽ തന്റെ മേലങ്കി വിരിച്ച് കൃഷ്ണൻ ഒളിച്ചിരുന്നു. ഇരുണ്ട ഗുഹയിലേക്ക് പ്രവേശിച്ചപ്പോൾ കാലയവനന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കൃഷ്ണന്റെ വസ്ത്രം ശ്രദ്ധിച്ചപ്പോൾ അയാൾ അതിൽ പിടിച്ചു വലിച്ചു. അങ്ങനെ മുചുകുന്ദൻ ഉണർന്നു. മുചുകുന്ദന്റെ കണ്ണുകൾ തുറന്ന ഉടനെ കാലയവനൻ ചാരമായി പോയി. കൃഷ്ണനെ കണ്ട മുചുകുന്ദൻ ഭഗവാൻ വിഷ്ണുവാണെന്ന് ഉടൻ തന്നെ മനസ്സിലാക്കി. ഗുഹയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ താൻ ഉറങ്ങിയിട്ട് വളരെ കാലമായെന്നും അതിനാൽ കൃഷ്ണന്റെ ഉപദേശപ്രകാരം മോക്ഷം നേടാൻ തപസ് ചെയ്യാൻ അദ്ദേഹം വടക്കോട്ട് ഗന്ധമാദന പർവ്വതങ്ങളിലേക്ക് യാത്രയായി. ഇന്ന് മൂസി എന്നറിയപ്പെടുന്ന മുചുകുന്ദ നദി ആന്ധ്രാപ്രദേശിൽ കൃഷ്ണ നദിയുടെ പോഷക നദിയായി ഒഴുകുന്നു.